അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൗബ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പോരായ്മകൾ കഴുകിക്കളഞ്ഞിട്ട് പരിവർത്തനത്തിലൂടെ പാപരഹിതമായ ജീവിതം നയിക്കാൻ കൊതിക്കുന്ന മാനവന് അള്ളാഹു നൽകിയ ഏറ്റവും മഹത്തായ മഹാ അനുഗ്രഹമാണ് തൗബ അഥവാ പശ്ചാത്താപം. തൗബ ചെയ്യുന്നതിന്റെ നിബന്ധനകൾ, ഏത് കാര്യത്തിനും നിബന്ധനകൾ അഥവാ ഷർത്തുകൾ ഒഴിവാക്കാനാകാത്ത ഘടകമാണ്. നമസ്കാരത്തിന്റെ ഷർത്ത് പോലെ, വുളൂഇന്റെ ഷർത്ത് പോലെ, നോമ്പിന്റെ ഷർത്ത് പോലെ തൗബയ്ക്കും ചില നിബന്ധനകളുണ്ട്. അതിൽ ഒന്നാമത്തെ നിബന്ധന ചെയ്തുപോയ തെറ്റിനെ തൊട്ട് ഖേദിക്കുക. രണ്ടാമത്തെ ഷർത്ത് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തത് മേലിൽ ഒരു തെറ്റും ചെയ്യില്ല എന്ന് കരുതുക. 4 കൊടുത്തുവിടാനുള്ള മുഴുവൻ ഹക്കുകളും കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടുകയോ ചെയ്യുക. ഈ 4 ഷർത്തുകളും ഇല്ലാതെ, ഈ 4 നിബന്ധനകളും പാലിക്കാതെ തൗബ സ്വീകരിക്കുകയേ ഇല്ല എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. മാത്രവുമല്ല, ഈ പറയപ്പെട്ട 4 ഷർത്തുകൾ ലംഘിക്കുക എന്നത് അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യലാണ്. ഈ 4 ഷർത്തുകളും ലംഘിക്കുക എന്നത് മഹാപാതകമായി മാറുന്നതുമാണ്. ഇനി തൗബ ചെയ്യുന്നതിന്റെ സമയമാണ്. തൗബ ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു സമയം ഇല്ല. എത്രയും പെട്ടെന്ന് തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങലാണ് ആവശ്യം. എന്നിരുന്നാലും നല്ല സമയമാണ് കുറച്ചുകൂടി അള്ളാഹുവിന്റെ തൃപ്തിക്ക് കാരണമാകുന്നത്. തഹജ്ജുദിന്റെ സമയമോ അല്ലെങ്കിൽ സുബഹിന്റെ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ ജുംആ രാവിലോ റമളാനിന്റെ രാവുകളിലോ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമോ ഇങ്ങനെ പ്രധാനപ്പെട്ട സമയങ്ങൾ തൗബയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കൽ നല്ലതാണ്. തൗബ ചെയ്യുമ്പോൾ ശുദ്ധിയോടെ വുളു എടുത്തുകൊണ്ട് ഖിബലയ്ക്ക് മുന്നിട്ടിരിക്കുകയും അത്തഹിയ്യാത്തിന്റെ രൂപത്തിൽ ഇരിക്കുകയും ചെയ്യുക. വിനയത്തോടെ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കരയാൻ ശ്രമിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുക. കാരണം ഈ കണ്ണുനീര് നരകത്തിന്റെ തീയെ കെടുത്തിക്കളയാൻ കഴിയുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തൗബ ചെയ്തു തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. അതിനുശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് 3 പ്രാവശ്യം പറയുക. ശേഷം അൽ ഖദീമൽ കരീം അർ റഹീം الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا എന്ന് പറഞ്ഞതിന് ശേഷം ചെയ്തു പോയ തെറ്റ് ഏതാണോ ആ തെറ്റിനെ ആവർത്തിച്ച് എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. പ്രാർത്ഥനയുടെ ഇടയിൽ വീണ്ടും റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പ്രാർത്ഥന ആരംഭിക്കുക. എല്ലാ തെറ്റുകളും ഓർത്തോർത്ത്
അള്ളാഹുവിനോട് ഖേദിച്ചുകൊണ്ട് പറയുക. പ്രാർത്ഥനയുടെ വീണ്ടും റബ്ബന ലാ തുസിഅ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് എന്ന് പറയുക. വീണ്ടും ദുആ ആരംഭിക്കുകയും തെറ്റുകൾ അള്ളാഹുവിനോട് ആവർത്തിച്ച് പറയുകയും മേൽ ഇനി ആ തെറ്റുകളിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുകയും ദുആയുടെ ഇടയിൽ വീണ്ടും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹിയ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹു എന്ന് പറയുക. വീണ്ടും ദുആ ആരംഭിക്കുകയും ദുആയുടെ ഇടയിൽ തെറ്റുകളെക്കുറിച്ച് വീണ്ടും അള്ളാഹുവിനോട് ഖേദിക്കുകയും കാര്യമായി അള്ളാഹുവിനോട് പൊരുത്തപ്പെടുകയും തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്നും അറിവില്ലായ്മ കൊണ്ടുപോയ സംഭവിച്ചു പോയ തെറ്റുകളാണെന്നും എന്നോട് ഞാൻ പൂർണ്ണമായും തൗബ ചെയ്ത് മടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുകളിലൊക്കെ അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുകയും അവസാനം ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് 3 പ്രാവശ്യം പറയുക. പറഞ്ഞതിന് ശേഷം തൗബയുടെ ദുആ ആരംഭിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന وأمتنا مع الإيمان والتوبة اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك برحمتك يا أرحم الراحمين എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലി തൗബ അവസാനിപ്പിക്കുക. തൗബ വളരെ ലളിതമാണെങ്കിലും വലിയ വലിയ പാപങ്ങൾ പോലും തൗബ എന്ന അള്ളാഹുവിന്റെ ഏറ്റവും മഹത്വമായ അനുഗ്രഹത്തിലൂടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.